നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കായംകുളത്ത് മകൻ അമ്മയെ മർദ്ദിച്ചു കൊന്നു. മരിച്ചത് പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മ. മകൻ ബ്രഹ്മദേവൻ പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം കോതമംഗലത്ത് കാട്ടാന ശല്യത്തിൽ പ്രതിഷേധം. മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും. കോഴിക്കോട് മുക്കം ചെറുതടം കുന്നിൽ തീപിടുത്തം. മുക്കം ഫയർഫോഴ്സ് തീയണച്ചു. വയനാട് തലപ്പുഴ ടൗണിൽ തീപിടുത്തത്തിൽ സൂപ്പർ മാർക്കറ്റ് കത്തിനശിച്ചു. പത്തനംതിട്ട അടൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. മർദ്ദനമേറ്റത് പറക്കോട് ബാറിലെ സംഘർഷം പരിഹരിക്കാനെത്തിയവർക്ക് 4 പേർ കസ്റ്റഡിയിൽ. സമ്പൂർണ്ണ സൗരോർജ്ജ കലാലയമായി ഇടുക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജ്. അനർട്ടിന്റെ മേൽനോട്ടത്തിൽ 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റ്. സകലമാന കേരളത്തിലേക്ക് വിശദമായി. കായംകുളം പുതുപ്പള്ളിയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തി. പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മയാണ് കൊല്ലപ്പെട്ടത്. മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട അടൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. പറക്കോട് ബാറിലെ സംഘർഷം പരിഹരിക്കാനെത്തിയ 2 ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. സിപിഒമാരായ സന്ദീപ്, അജാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസുകാരെ ആക്രമിച്ച അടൂർ സ്വദേശികളായ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി പിടിച്ചുപറി ലഹരി വിൽപ്പന കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം തിരുവനന്തപുരം വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനിവാസപുരം ലക്ഷ്മി വിലാസത്തിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാപ്പിൽ, ഇടവ, പരവൂർ, വർക്കല എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന. കവർച്ചാ കേസിലും മുൻപ് പിടിയിലായിട്ടുണ്ട്. വയനാട് മുള്ളൻകൊല്ലി ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവ ഒടുവിൽ കൂട്ടിലായി. വാടാനക്കവല വനമൂലികയ്ക്ക് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 2 ആഴ്ചക്കിടെ പ്രദേശത്ത് 5 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ഒടുവിൽ മുള്ളൻകൊല്ലി നിവാസികൾക്ക് ആശ്വാസം. 2 മാസമായി പ്രദേശത്ത് ഭീതി വിതച്ച കടുവ കൂട്ടിലായി. ഇന്ന് രാവിലെ 9:30യോടെയാണ് വനമൂലികയ്ക്ക് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. വിവരമറിഞ്ഞ ഉടൻ വനപാലകർ സ്ഥലത്തെത്തി കടുവയെ കുപ്പാടിയിലേക്ക് മാറ്റി. കടുവയുടെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുറച്ച് ദിവസമായിട്ട് മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ ഒരു കടുവ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അതിനായിട്ട് മുള്ളംകൊല്ലി പുൽപ്പള്ളി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ, ഈ കടുവ പ്രശ്നമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അതേപോലെ തന്നെ ഡോക്ടറും ടീമും ഡാറ്റിംഗ് ടീമും ഒക്കെ തന്നെ പ്രസൻസ് ഉണ്ട്. കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് മൊത്തമായിട്ട് ടീമായിട്ട് തന്നെ അവിടെ പോയി തിരയുകയും മൈക്കോഡിയൊക്കെയുള്ള പോസിബിലിറ്റി ഒക്കെ നോക്കിയിരുന്നു. അത് ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് 3-4 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേജ് വെച്ചിരുന്നു. ഇന്നലെയും മുള്ളംകൊല്ലി ഭാഗത്ത് തന്നെ ഒരു ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേജുകളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ കേജ് ഓരോ ഭാഗങ്ങളിലുള്ള കേജ് നോക്കാൻ പോയ സമയത്താണ് നമുക്ക് നമ്മുടെ വനമൂലിക എന്ന് പറയുന്ന സ്ഥലത്ത് വാടാനക്കവല ഭാഗത്ത് വെച്ചിരിക്കുന്ന കേജിൽ കടുവ കുടുങ്ങിയതായിട്ട് മനസ്സിലായത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് കടുവ കുടുങ്ങിയത് സ്ഥിരീകരിച്ചത്. ആ കടുവ മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കടുവയാണ്. പറഞ്ഞത് ഒന്ന് സെറ്റിൽ ആവണം എങ്കിൽ നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഇടുക്കി നയമയക്കാട്ടിൽ പടയപ്പ് ഇറങ്ങി. സിമന്റ് കയറ്റി വന്ന ലോറി 1 മണിക്കൂറോളം കാട്ടാന തടഞ്ഞിടുകയും തള്ളി നീക്കുകയും ചെയ്തു. മറ്റു വാഹനങ്ങളിലെത്തിയവർ ബഹളം വെച്ചതോടെയാണ് ആന പിന്മാറിയത്.
ஐயப்பா சாமி போங்க ஐயப்பா ஐயப்பா போங்க ஐயப்பா திரும்பிருச்சு ஐயப்பா போங்க ஐயப்பா വയനാട് ചീരാലിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചീരാറിൽ കരിങ്കര ക്ഷേത്രത്തിലെ പൂജാരി സുബ്രഹ്മണ്യ സ്വാമി, ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 5:30 സംഭവം. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. എറണാകുളം കോതമംഗലത്ത് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രദേശവാസികൾ പ്രകടനവും ധർണയും നടത്തി. കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭയമാണെന്നും വീട്ടമ്മമാർ പറയുന്നു. തലക്കോട് അള്ളുങ്കൽ ആക്ഷൻ കൗൺസിലിന്റെയും മുള്ളരിങ്ങാട് ASKയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. കോതമംഗലത്ത് നവകേരള സദസ്സിൽ സമർപ്പിച്ച പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശിയുടെ ഒറ്റയാൾ സമരം. മാമലക്കണ്ടം സ്വദേശി കാക്കനാട്ട് ബെന്നി ജോസഫാണ് അനിശ്ചിതകാല നിരാഹാര സമരവുമായി രംഗത്തു വന്നത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പടിക്കലാണ് ബെന്നിയുടെ ഒറ്റയാൾ സമരം. മാമലക്കണ്ടം കുട്ടമ്പുഴ റോഡ് വീതി കൂട്ടുക, കർഷകർക്ക് പട്ടയം നൽകുക, പാലം നിർമ്മിക്കുക, വന്യമൃഗശല്യം പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇടുക്കി പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിനെയും ഹാരിസൺ കമ്പനിയെയും വിമർശിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പുനരധിവാസം വേഗത്തിലാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സമിതി അറിയിച്ചു. കുടിയൊഴിപ്പിക്കലിന് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുണ്ടെന്നും സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആരോപിച്ചു. ഇനി തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ്. കോഴിക്കോട് മുക്കം ചെറുതടം കുന്നിൽ വൻ തീപിടുത്തമുണ്ടായി. KMCT മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള അടികാടിനാണ് തീപിടിച്ചത്. മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തത്തിൽ അടികാടിനുള്ളിൽ നിന്നും പൊള്ളലേറ്റ പെരുമ്പാമ്പിനെയും കണ്ടെത്തി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വയനാട് തലപ്പുഴ ടൗണിലുണ്ടായ തീപിടുത്തത്തിൽ സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു. വാളാട് സ്വദേശി KC റൌഫിന്റെ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റാണ് പൂർണ്ണമായും കത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും അഗ്നിശമന സേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തലപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വീണ്ടും കവിതയുടെ ഉത്സവത്തിന് ഒരുങ്ങുകയാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ. കവിതയുടെ കാർണിവലിന്റെ 7ാം പതിപ്പിന് നാളെ തുടക്കമാകും. ഇന്ത്യയിലും വിദേശത്തു നിന്നുമായി 200ഓളം കവികൾ അതിഥികളായെത്തുന്ന കാർണിവലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 8 വർഷം മുൻപാണ് കേരളത്തിലെ ഒരു കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കവിതയുടെ കാർണിവലിന് തുടക്കമായത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് മലയാള വിഭാഗം തുടങ്ങിയ ഈ കാവ്യോത്സവം ഇന്ന് ഇന്ത്യയിലെ തന്നെ മുൻപന്തിയിലുള്ള സാഹിത്യോത്സവങ്ങളിലൊന്നാണ്. ഇക്കുറി മായുന്ന അതിരുകൾ എന്നതാണ് കവിതയുടെ കാർണിവലിന്റെ പ്രമേയം. നാളെ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കവി K സച്ചിദാനന്ദൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. ഇസ്രായേലി കവി അമീർ ഓറാണ് ഇക്കുറി മുഖ്യാതിഥി. ഈ 3 ദിവസങ്ങളിലായി ഏതാണ്ട് 200ഓളം അതിഥികളാണ് നമുക്ക് വിവിധ സെഷനുകളിലായി പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ഇടശ്ശേരിയുടെ 50ാം ചരമവാർഷികമാണ്. അതോടൊപ്പം തന്നെ പട്ടാമ്പി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ P. കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളുടെ 50ാം വർഷമാണ്. ഈ 2 പ്രത്യേകതകളും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രത്യേക സെഷനുകൾ ഈ കാർണിവലിന്റെ ഭാഗമായിരിക്കും. ഇക്കുറി കാർണിവൽ മലയാളത്തിന്റെ പ്രിയ കവി KG ശങ്കരപ്പിള്ളയ്ക്ക് ആദരമർപ്പിക്കും. P. കുഞ്ഞിരാമൻ നായരുടെ കാവ്യ ജീവിതം അടിസ്ഥാനമാക്കി ഡോക്ടർ KB റോയ് സംവിധാനം ചെയ്യുന്ന ജീവിതം PO എന്ന നാടകാവിഷ്കാരത്തിന്റെ പരിശീലനം കോളേജിൽ തുടരുകയാണ്. ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും.
കവിതയെക്കുറിച്ചുള്ള ചർച്ചകളും കവിതാവതരണങ്ങളും സാഹിത്യ സംവാദങ്ങളും കൊണ്ട് സജീവമാകും പട്ടാമ്പിയുടെ ഇനിയുള്ള 3 നാൾ. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പി 110ാം നേർച്ചയുടെ ഭാഗമായി ഗ്രാൻഡ് എക്സ്പോയ്ക്ക് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനവും നടന്നു. റോബോട്ടിക് ആനിമൽസ്, ഹൊറർ ഹൗസ്, 3D സെൽഫി ഗാലറി, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട് എന്നിവ എക്സ്പോയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇടുക്കി അടിമാലി SNDP യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായാംഗങ്ങളായ കുട്ടികളെയും യുവാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എറണാകുളം ജില്ലയിലെ സമഗ്ര ശിക്ഷ കേരളം ഭിന്നശേഷി കായികോത്സവം കോതമംഗലം കാൽസിയോ ടർഫിൽ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും അവസര സമത്വം ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമായാണ് കായികോത്സവം. എറണാകുളം ജില്ലയിലെ 15 BRCയിൽ നിന്നുള്ള 479 കായിക താരങ്ങളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ KV തോമസ്, ഭാനുമതി, നോബി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. 75ാമത് ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിന് ഇടുക്കി മൂന്നാറിൽ ആവേശോജ്വല തുടക്കം. വിവിധ എസ്റ്റേറ്റുകളിലെ 14 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. മൂന്നാർ KDHP മൈതാനത്ത് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീമും നായമക്കാട് എസ്റ്റേറ്റ് ടീമും ഏറ്റുമുട്ടി. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മൂന്നാർ DYSP അലക്സ് ബേബി നിർവഹിച്ചു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനമുണ്ടാകുമോ? ഉറ്റുനോക്കുകയാണ് കേരളം. തിരുവനന്തപുരത്ത് ആരായിരിക്കും? പാലക്കാടും പത്തനംതിട്ടയും കൊല്ലവും എല്ലാം ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. പൊന്നാനിയും മഞ്ചേരിയും മാത്രം പോരാ ലീഗിന്. കോൺഗ്രസിനോട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. കൈവിട്ടിറങ്ങുമോ ലീഗ്? തീരുമാനം വരട്ടെ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. അവിടെ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വരുമെന്ന സൂചനകളുണ്ട്. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിൽ ഇനി രാഷ്ട്രീയ വാർത്തകളുടെ നിമിഷങ്ങളാണ്. ഞങ്ങൾ റെഡിയാണ്. ദ പ്രൈം പൊളിറ്റിക്കൽ ഡേ സമഗ്ര കവറേജ് നാളെ രാവിലെ 7 മണി. സകലമാന കേരളത്തിലേക്ക് വീണ്ടും. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം ഐരവൺ കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അച്ചൻകോവിലാറിന് കുറുകെ പുതിയ പാലം വരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.25 കോടി മുടക്കിയാണ് നിർമ്മാണം. പുതിയ പാലം വരുന്നതിന്റെ സന്തോഷത്തിലാണ് ഐരവൺ നിവാസികൾ. പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്തിലെ ഐരവൺ നിവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. കോന്നി അരുവാപ്പുലം ഐരവൺ കരകളെ ബന്ധിപ്പിച്ച് അച്ചൻകോവിലാറിന്റെ കുറുകെ പഞ്ചായത്ത് കടവിലാണ് പുതിയ പാലം നിർമ്മാണം. പഞ്ചായത്തിലെ 4 വാർഡുകളെ മറ്റ് 11 വാർഡുകളുമായി ബന്ധിപ്പിക്കുന്നതിന് പാലം സഹായകരമാകും. 12.25 കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോന്നി മെഡിക്കൽ കോളേജ്, അരുവാപ്പുലം പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ എന്നീ ഓഫീസുകളിലെത്താൻ ഐരവൺ നിവാസികൾക്ക് എളുപ്പം കഴിയും. തീർത്തും ഒരു പഞ്ചായത്ത് രണ്ടായി നിൽക്കുന്നു. മറ്റു പഞ്ചായത്തിലൂടെ മാത്രമേ ഓഫീസ് ഉൾപ്പെടെ എത്താൻ കഴിയുന്ന സാഹചര്യം. വളരെ മുമ്പ് തന്നെ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടതായിരുന്നു. വളരെ മുമ്പ് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ നമുക്ക് താമസം നേരിട്ടു. ഇപ്പോൾ ആ നിങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ആനകുത്തി, ഐരവൺ, കുമ്മണ്ണൂർ, മുളകുകൊടിത്താനം എന്നീ വാർഡുകളിലെ പ്രദേശവാസികൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അരുവാപ്പുലത്ത് എത്തുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ ഐരവൺ നിവാസികളുടെ വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിനും പരിഹാരമാകും.
ന്യൂസ് 18 പത്തനംതിട്ട. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കി കട്ടപ്പന കോളേജിലേക്കാണ്. സമ്പൂർണ്ണ സൗരോർജ്ജ കലാലയമാവുകയാണ് ഇടുക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജ്. അനർട്ടിന്റെ മേൽനോട്ടത്തിലാണ് 70 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പവർ പ്ലാന്റ് കോളേജിൽ സ്ഥാപിച്ചത്. 45 ലക്ഷം രൂപ ചെലവിട്ടാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ സൗരോർജ്ജ പവർ പ്ലാന്റ് സ്ഥാപിച്ചത്. ഇതോടെ കോളേജ് സമ്പൂർണ്ണ സൗരോർജ്ജ ഉപഭോഗ കേന്ദ്രമായി മാറി. ഉപയോഗത്തിന് ശേഷം ബാക്കിയുള്ള വൈദ്യുതി KSEBക്ക് നൽകും. 62 ലക്ഷം രൂപ മുതൽ മുടക്കി 83 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് അനേർട്ട് തുടക്കമിട്ടിരിക്കുന്നത്. കറണ്ടിന് ആവശ്യത്തിനധികം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെൻറ്റ് കോളേജുകളിൽ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ അറിവ്. നിലവിൽ ഇത്രയും പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെ നമുക്ക് എക്സസ് ഉണ്ടോ? എക്സസ് ഉണ്ട്, അത് KSEB കൊടുക്കുന്നു. ആദ്യഘട്ടമായി 45 ലക്ഷം രൂപ മുടക്കി 70 കിലോവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ പ്രതിദിനം 350 യൂണിറ്റ് വൈദ്യുതി കോളേജിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അധികം വൈകാതെ 3 കിലോവാട്ടിന്റെ പ്ലാന്റ് കൂടി സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. നമ്മളിനി ഒരു ദുരിത കാഴ്ചയിലേക്കാണ് പോകുന്നത്. ദേശീയ തലത്തിൽ ഉൾപ്പെടെ കബഡി മത്സരങ്ങളിൽ പങ്കെടുത്ത താരം ദുരിത ജീവിതത്തിലാണിപ്പോൾ. ടാർപോളിൻ മറച്ച ഒറ്റമുറി കുടിലാണ് തിരുവനന്തപുരം വർക്കല സ്വദേശി ആര്യയുടെ ജീവിതം. 1.5 സെന്റ് പുരയിടത്തിൽ ടാർപോളിൻ ഷീറ്റും കമ്പുകളും കൊണ്ട് നിർമ്മിച്ച ഒറ്റമുറി കുടിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യയുടെ വീട്. അമ്മ സുജലമണി ഹോട്ടൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം. സഹോദരൻ അനന്തു +2 വിദ്യാർത്ഥിയും. കബഡിയിൽ സെലക്ഷൻ ലഭിച്ച ആര്യ ഇപ്പോൾ സായിയുടെ കൊല്ലത്തുള്ള ഹോസ്റ്റലിലാണ്. പഠനച്ചെലവ് ഉൾപ്പെടെ വഹിക്കുന്നത് സ്പോർട്സ് അതോറിറ്റിയും. ഈ നിമിഷം വരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനൊരു റെസ്റ്റോറൻറ്റ് കുക്കിന് അസിസ്റ്റൻ്റായിട്ട് നിന്നാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. 600 രൂപയുടെ അടുത്ത് എനിക്ക് ശമ്പളം തന്നു. അതിലാണ് എൻ്റെ കൊച്ചുങ്ങളെയും ഞങ്ങളെ ജീവിച്ചു പോകുന്നത്. ഞാൻ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഇതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പട്ടിയുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇതിനകത്ത് കിടക്കുന്നു. ആര്യയുടെ അച്ഛൻ അപ്പുക്കുട്ടനും നാട്ടിൽ അറിയപ്പെടുന്ന കബഡി താരമായിരുന്നു. അപ്പുക്കുട്ടന്റെ മരണശേഷം സുഹൃത്തുക്കളാണ് ആര്യയെ കബഡിയിലേക്ക് എത്തിച്ചതും. ആദ്യകാലങ്ങളിൽ പരിശീലനം നൽകിയതും ഇവരായിരുന്നു. കോവിഡ് കാലത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനിടെ അപ്പുക്കുട്ടന് കോവിഡ് ബാധിച്ചു. ആകെയുണ്ടായിരുന്ന വീടും പുരയിടവും വിറ്റ് മാസങ്ങളോളം ചികിത്സ തേടി. പിന്നീട് അദ്ദേഹം മരിച്ചു. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തത് കാരണമാണ് കുട്ടികളുമായി 1.5 സെന്റിൽ കുടിൽ കെട്ടി താമസമാക്കിയത്. സഹായത്തിനായി സർക്കാർ സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയതല്ലാതെ ഒരു സഹായവും കിട്ടിയില്ലെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 വർക്കല. വരൾച്ച രൂക്ഷമായിരിക്കുകയാണ്. അതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി തുടങ്ങി. കടുത്ത ചൂടിൽ കാട്ടുതീ പടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വേനൽക്കാലത്തെ വന്യജീവി സംരക്ഷണത്തിന് പ്രത്യേകം പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇടുക്കി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ അടുത്ത നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. വരൾച്ച രൂക്ഷമായതോടെ തീറ്റയും വെള്ളവും തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുകയാണ്. വേനൽക്കാലത്ത് മൃഗങ്ങൾക്കായി വെള്ളം ഒരുക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഒരു വശത്തൂടെ മൃഗങ്ങൾ ഇറങ്ങുന്നു, ഒരു വശത്തൂടെ കൃഷി നശിപ്പിക്കുന്നു. ഇതിലുപരിയായിട്ട് ഇപ്പൊ കാട്ടുതീയും കൂടെ വരും. അപ്പോഴും വനത്തോട് ചേർന്ന കാർഷിക മേഖലയിലേക്ക് ഈ തീ പടർന്നു കയറി ഫലത്തിൽ അവർക്ക് വീണ്ടും ഒരു ഇരുട്ടടി കൂടെ കിട്ടുന്ന അവസ്ഥയാണ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ വേറൊരു രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. കടുത്ത ചൂടിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. തീപിടുത്തത്തിൽ വനത്തിനുള്ളിലെ തീറ്റയും വെള്ളവും പൂർണ്ണമായും ഇല്ലാതാകുകയും വന്യജീവികൾ ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. കാട്ടിൽ തീറ്റ വെച്ച് പിടിപ്പിക്കുന്നതിനും സ്വാഭാവികമായ രീതിയിൽ വെള്ളം സംഭരിക്കുന്നതിനുമടക്കം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വനംവകുപ്പ് ഫണ്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. പൊടിശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിലെ മുളമൂട് പട്ടകുളം റോഡ്. ജൽജീവൻ മിഷന്റെ നിർമ്മാണം നടക്കുന്നത് കാരണമാണ് പൊടിശല്യം രൂക്ഷമായത്. മുളമൂട് പട്ടക്കുളം റോഡിലെത്തിയാൽ വലിയ ദുരിതമാണ്. വേനലായതോടെ സ്ഥിതി രൂക്ഷമായി. ജലജീവൻ മിഷന്റെ ഭാഗമായ നിർമ്മാണം മൂലം സകലയിടത്തും പൊടിയാണ്. വീടുകളും മരങ്ങളും ചെടികളും വഴികളും പൊടിമൂടി. റോഡ്
മുറിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കാൻ നോക്കില്ല, ഭയങ്കര പൊടി, ആളുകൾക്കൊക്കെ അസുഖം. ഇവിടെ ഒരു കട ഞാൻ നടത്തുകയാണ്, ഒരു ആളുകൾക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്, ഭയങ്കര ഇതായിരിക്കുകയാണ്. എനിക്ക് സുഖമില്ല, ഒരുപാട് പേർക്ക് സുഖമില്ല, പൊടി ഭയങ്കര പൊടിയാണ്, ഇങ്ങനെ ഇട്ടിട്ട് പിടിക്കുക. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. വീടുകളുടെ ജനലും വാതിലും തുറക്കാതിരുന്നാൽ പോലും പൊടിയാണ്. ശ്വാസകോശ ത്വക്ക് രോഗങ്ങൾ കൂടിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പുതിയ റോഡിന്റെ പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം അവർ ഒരു പണിയും ചെയ്യാതെ മനുഷ്യനെ പോവാക്കില്ല. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അസുഖങ്ങൾ, ഇവിടെ പരിസരത്ത് എല്ലാവർക്കും ഈ പൊടി കൊണ്ട് പലതരത്തിലുള്ള ദോഷങ്ങളാണ്. അതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കും. അരുവിക്കരയിലെത്തുന്ന നിരവധി വിനോദസഞ്ചാരികളാണ് പൂവച്ചലിലെ മുളമൂട് പട്ടകുളം റോഡിലൂടെ നെയ്യാർ ഡാമിലേക്ക് പോകുന്നത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ മുടങ്ങിയതോടെ റോഡും അടുത്തെങ്ങും പൂർവ്വസ്ഥിതിയിലാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കാട്ടാക്കട. നമുക്ക് ഗുരുവായൂരിലേക്ക് ഒന്ന് പോകാം. തുള്ളൽ കലയെ ജനകീയമാക്കാൻ പുതിയ ശൈലിയിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുകയാണ് കലാകാരനായ മണലൂർ ഗോപിനാഥ്. പോലീസ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തുള്ളൽ കലയിൽ സജീവ സാന്നിധ്യമാണ് ഈ കലാകാരൻ. ഗോപിനാഥും പരമേശ്വരൻ കർത്തയും ചേർന്നാണ് തുള്ളൽ ദ്വയം എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി തുള്ളൽ അവതരിപ്പിച്ചത്. തുള്ളൽ കലയെ ജനങ്ങളുടെ മുമ്പിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. തുള്ളൽ എന്ന ഈ ജനകീയ കലയെ 320 വർഷം മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. തുള്ളൽ എന്ന കല ഇത്തരത്തിൽ നടപ്പുരകളിലും തിരുമുറ്റങ്ങളിലും കളിച്ചുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ്. അതിനോർക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ ഒരുപക്ഷെ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ന് തിരുമുറ്റത്ത് തുള്ളൽ അവതരിപ്പിക്കുന്നത്. അതിന് ദേവസ്വവും അതുപോലെ തന്നെ ഭാരവാഹികളും നമുക്കതിന് ഇന്ന് ആ സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രധാന വേദിയിൽ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് മിഴാവ് വായിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളൊരു അപരാധത്തിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും അതിനുശേഷം ഇതുപോലെ പ്രധാന വേദിയിൽ നിന്നും താഴേക്കിറങ്ങി കുഞ്ചൻ നമ്പ്യാർ പിറ്റേ ദിവസം ആദ്യമായി ശീതങ്ങൻ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കുകയാണ്. ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈ തുള്ളൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനും എൻ്റെ സീനിയർ ആശാനുമായ ശ്രീ പുരുഷോത്തമ കർത്ത എന്ന അദ്ദേഹവും വളരെ സീനിയർ ആശാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ചൻ നമ്പ്യാരുടെ പ്രഥമ കഥയായ കല്യാണ സൗഗന്ധികം തന്നെ കഥ ചെയ്യുകയാണ്. തുള്ളൽ കലയെ ജനകീയമാക്കാൻ ഒരുങ്ങുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും. തുള്ളൽ കലകൾ ഇനി വേദികൾ കീഴടക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. രാജു, ഗുരുവായൂർ, ന്യൂസ് 18. പ്രശസ്തമായ വടകര തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രോത്സവം സമാപിച്ചു. ആയോധന കലയിൽ പേരുകേട്ട തച്ചോളി ഉദയനന്റെ സ്മരണാർത്ഥമാണ് ഈ ഉത്സവം നടത്തുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളും തിറയും അരങ്ങേറി. പഴക്കം കൊണ്ടും പെരുമ കൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം. കളരിപ്പയറ്റിന്റെ പേരും പ്രശസ്തിയും വാനോളമുയർത്തിയ വീരയോദ്ധാവായ ഉദയനന്റെ സ്മരണാർത്ഥമാണ് ഉത്സവം. AD 1600-നടുത്ത് വടകരയിൽ ജീവിച്ച കളരിപ്പയറ്റ് വീരനാണ് തച്ചോളി ഉദയനൻ. കതിരൂർ ഗുരുക്കളും ഉദയനനുമായുള്ള പോരാട്ടം ഏറെ പ്രസിദ്ധമാണ്. ഉദയനൻ ജനിച്ചു വളർന്ന തച്ചോളി മാണിക്കോത്ത് തറവാട് കാലാന്തരത്തിൽ ക്ഷേത്രമായി മാറുകയായിരുന്നു. ആയോധന കലകൾക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ ഉൾപ്പെടെ വിവിധ കളരി സംഘങ്ങളുടെ കളരി അഭ്യാസങ്ങൾ കാണികൾക്ക് ആവേശമായി. ഇവിടെ നടക്കുന്ന വെള്ളാട്ടങ്ങളിലും തിറകളിലും വാളും പരിചയം തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന ഉത്സവം സമാപിച്ചു.
കളരിപ്പയറ്റിനെ കുറിച്ച് പഠിക്കുവാനും അറിയാനുമായി സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ വിവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ന്യൂസ് 18 വടകര. പാലക്കാട് കാഴ്ച വിരുന്നൊരുക്കി മംഗമാരുടെ മെഗാ തിരുവാതിരക്കളി. പട്ടാമ്പി കോഴിക്കോട്ടിരി ALP സ്കൂളിലെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളി അരങ്ങേറിയത്. അധ്യാപകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ തിരുവാതിരക്കളിയിൽ അണിനിരന്നു. പത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിലെത്തുന്നവർക്ക് സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും സംശയമാണ്. ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റി ക്ലോക്ക് വൈസിൽ നിർമ്മിച്ചിട്ടുള്ള ക്ലോക്കാണ് ആളുകളുടെ സമയം തെറ്റിക്കുന്നത്. എന്നാൽ ഇടത്തോട്ടാണ് ക്ലോക്ക് ഓടുന്നതെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ ഈ ക്ലോക്ക് കൃത്യമാണ്. ഓഫീസിലെ ഓവർസിയറായ ഷാജിയാണ് ഈ കൗതുക ക്ലോക്ക് നിർമ്മിച്ചത്. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. എന്നാൽ പത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തുന്നവർക്ക് സമയത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനാകും. ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റി ക്ലോക്ക് വൈസിൽ നിർമ്മിച്ചിട്ടുള്ള ഇടത്തോട്ടോടുന്ന ക്ലോക്കാണ് ഇതിന് കാരണം. ഇടത്തോട്ട് ഓടുന്ന ക്ലോക്കാണെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ മറ്റു ക്ലോക്കുകളെപ്പോലെ ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ല. ഓഫീസിലെ ഓവർസിയർ ഷാജിയാണ് ഇത് നിർമ്മിച്ചത്. പഴയ ബൈക്കിന്റെ ചെയിനും സോക്കറ്റും കൊണ്ടാണ് ക്ലോക്ക് നിർമ്മിച്ചത്. ഇതിന്റെ മെക്കാനിക്സ് റിപ്പയറിംഗ് കുഞ്ഞിലെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഒരു റിവേഴ്സ് മോഡ് ചെയ്താൽ കൊള്ളാം എന്ന താല്പര്യത്തിൽ ഒത്തിരി കാലത്തെ പൊളിച്ച് പലതും ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ക്ലോക്കിനകത്ത് സാധാരണ ക്ലോക്കിൻ്റെ മെഷീൻ തന്നെയാണ് ബാറ്ററിയും യൂണിറ്റും വരുന്നത്. അതായത് മൊമെൻറ്റ് ആ മെഷീൻ വാങ്ങിയിട്ട് നമ്മളിത് അസംബിൾ ചെയ്തെടുക്കുന്നതാണ്. മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്, സൂചി എല്ലാം റിവേഴ്സിലാണ് കറങ്ങുന്നത്. സമയം കറക്റ്റാണ്. അതിൻ്റെ ഡയലും ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം റിവേഴ്സ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിലെത്തുന്ന പലരും വാച്ചിലെ സമയവും ക്ലോക്കിലെ സമയവും ഒത്തുനോക്കുന്നതും കൗതുക കാഴ്ചയാണ്. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ താല്പര്യമുള്ള ഷാജി ഓഫീസിലും വരാന്തയിലും ചെടികളും അക്വേറിയവും സ്ഥാപിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സഹപ്രവർത്തകരും ഷാജിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ സമീക്ഷ 2024 തുടക്കം. ഭാരതീയ കലകളെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുക, വരും തലമുറയ്ക്ക് അതിന്റെ ശേഷിപ്പുകൾ പകർന്നു നൽകുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പീക്ക് മക്കയുമായി സഹകരിച്ച് 6 ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. മാർച്ച് 2 വരെയാണ് ശില്പശാല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് ആർട്ടിസ്ട്രി സ്റ്റോർ കാണാൻ വിദേശികളും 48 രാജ്യങ്ങളിൽ നിന്ന് 90 വിദേശികളാണ് ആഭരണങ്ങൾ കാണാനും ആസ്വദിക്കാനും സ്വന്തമാക്കുവാനുമായി ഇവിടേക്ക് എത്തിയത്. പരമ്പരാഗത ശില്പചാരുതയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ആർട്ടിസ്ട്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിദേശികൾക്ക് ആഭരണങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും സോണൽ ഹെഡ് ജാവേദ് മെയാൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ വ്യാപാരി സമൂഹത്തിന്റെ കൂട്ടായ്മയിൽ സ്ഥാപിതമായ വിന്റർഫീൽഡ് ഗാർമെന്റ്സ് പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി പുറത്തിറക്കി.
തൃശൂർ കാസിനോ ഹോട്ടലിൽ നടന്ന പ്രോഡക്റ്റ് ലോഞ്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഹണി റോസ് പ്രോഡക്റ്റ് ലോഞ്ച് നിർവഹിച്ചു. വിന്റർഫീൽ ഗാർമെന്റ്സ് ചെയർമാൻ KV അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. വിന്റർഫീൽ മാനേജിംഗ് ഡയറക്ടർ NR വിനോദ് കുമാർ, ഡയറക്ടർമാരായ P പവിത്രൻ, VT ജോർജ്, ജോയ് മൂത്തേടൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായഹസ്തവുമായി ബോബി ചെമ്മണ്ണൂർ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല പനച്ചിയിൽ അജീഷ്, പാക്കം വെള്ളച്ചാലിൽ പോൾ എന്നിവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതമാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സാന്നിധ്യത്തിലാണ് അജീഷിന്റെ വീട്ടിലെത്തി തുക കൈമാറിയത്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ ശരത്തിന് 2 ലക്ഷം രൂപയും നൽകി. കൂടാതെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജോലി നൽകാമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മലപ്പുറത്ത് നിർദ്ദിഷ്ട ദേശീയപാതയിൽ നടപ്പാത വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. രണ്ടത്താണിയിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങിയിട്ട് 420 ദിവസം പിന്നിട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടത്താണിയിൽ ഹൈവേ ഉപരോധിച്ചു. നടപ്പാത ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ട ശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടത്താണി ടൗണിൽ സ്വീകരണവും നൽകി. കോതമംഗലം കോട്ടപ്പടിയിൽ 12.14 കോടി രൂപ ചെലവഴിച്ച് 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരും പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5725 രൂപ, പവന് 45,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.